ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് മറ്റേ വേലിച്ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേലിച്ചീര ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചതേ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസിപ്പിയാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിട്ട് അപ്പോൾ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകട്ടെ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അരിഞ്ഞപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലാണ്ട് ചീര കിട്ടിയേക്കണം. ആ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, ലേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തിരിയും കൂടെ അധികമാകാൻ വേണ്ടി 2-3 മുട്ടയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഞാൻ അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കടുകൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഞാൻ കുറച്ച് സവാളയും 5-6 കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് വെളുത്തുള്ളി, അപ്പം ഞാൻ ഇതിനകത്തേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചീര ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഗൈസ്. വേലിച്ചീര ആയതുകൊണ്ട് നമുക്ക് അധികം കിട്ടിയില്ലായിരുന്നു, ആകെ കുറച്ചേ കിട്ടിയുള്ളായിരുന്നു. അതുകൊണ്ട് ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇത്തിരി ലോ ഫ്ലെയിമിൽ ഇത് വേവാൻ വേണ്ടി വെക്കാം, മൂടി വെക്കാം. സോ ഗൈസ്, അപ്പം നമ്മുടെ ചീരയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 മുട്ടയുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ചീരയുടെ ക്വാണ്ടിറ്റി ഇത്തിരി കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 മുട്ട ഇട്ടത്. കാരണം ചീര നമുക്ക് വേലിച്ചീര ആയത് കാരണം അധികം കിട്ടിയിരുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി 2 മുട്ട കൂടുതൽ ഇട്ടത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചീര സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആ മുട്ടയും കൂടി ഇട്ടപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ ചോറും കൂട്ടി കഴിക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ മാക്സിമം ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ ശ്രമിക്കുക. എനിവേ, thank you so much for watching my video and love you and bye.